യേശുവേ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും ഒരേപോലെ മാനിക്കപ്പെടുന്ന യേശുവിന്റെ നാമം, ആ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. നമ്മളെ തന്നെ വീണ്ടും ഒന്ന് ഏൽപ്പിക്കാം. ഈ ഒക്ടോബർ മാസം, ഈ പുതിയ മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായ രൂപാന്തരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരുവാൻ ഇച്ഛിക്കുന്നു എന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. God wants to do a deep transformative work in our lives. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യേശു Thank you for your mighty presence. Welcome you, Holy Spirit. പരിശുദ്ധാത്മാവേ, thank you, Holy Spirit of God. പരിശുദ്ധാത്മാവേ, we just honor you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, യേശുവേ, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവിനാൽ നിറഞ്ഞു വരുന്ന അങ്ങയുടെ സഭയിൽ അങ്ങയുടെ ശഖൈന മഹത്വം, അങ്ങയുടെ ഘനമേറിയ സാന്നിധ്യം, അങ്ങയുടെ അത്ഭുത കരം, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ ദിവ്യ പ്രവൃത്തി ഞങ്ങളിൽ ഇന്ന് പകൽക്കാലം നടക്കണമേ. We pray that you will take us deeper. You will take us deeper. That there will be a true, real, radical, deep transformation. Jesus. Amen. ആ കരങ്ങളെ നന്നായി തട്ടി. God, we give you glory, give you honor, we give you honor. സകല സ്തുതിയും സ്തോത്രവും മഹത്വവും ആരാധനയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് കരേറ്റുന്നു. We thank you. ഇന്ന് പകൽക്കാലം ഇത് സ്വർഗത്തിന്റെ അന്തരീക്ഷമായി മാറിയിരിക്കുകയാണ്. ഇത് ദൈവമഹത്വത്തിന്റെ പ്രതലമായി, ദൈവത്തിന്റെ ദൂതന്മാർ ഉലാടുന്ന ഒരു സ്ഥലമായി, വലിയ ദൈവ പ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ വലിയ വിടുതലുകളും നടക്കുന്ന ഒരു അന്തരീക്ഷമായി. This is the realm of heaven. This is the realm of his glory. അസാധ്യതകൾ മുട്ടുമടക്കുന്ന ഒരു സ്ഥലമായി, ഇല്ലാത്തത് ഉണ്ടായി വരുന്ന ഒരു സ്ഥലമായി, ഹല്ലേലൂയ, സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, നമ്മുടെ ഭാരതത്തിൽ ദൈവത്തിന്റെ വലിയ രൂപാന്തരത്തിന്റെ ദിവസങ്ങളായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ പ്രവചിച്ച് പ്രഖ്യാപിക്കുന്നു. This morning we prophesy and declare and decree over our great nation India. You are in for a transformative work of the Holy Spirit of God. We bless you, we thank you in Jesus' name. Amen. ആ കരങ്ങളെ അടിച്ചു കർത്താവിനെ നന്ദി പറയാം. Praise God. Amen. പാസ്റ്റർ വീണ്ടും ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, അഭിഷേകത്തിന്റെ പ്രാർത്ഥനകൾ, ഡെലിവറൻസ് സർവീസുകളിലൊക്കെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഒക്കെ നമ്മൾ ശുശ്രൂഷിക്കുവാൻ സമയമെടുക്കും. എങ്കിലും ആ സമയങ്ങളിൽ മാത്രമല്ല, എവിടെ ദൈവ സാന്നിധ്യം, we host the presence of God. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലാണ്. അപ്പന്റെ ഭവനത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഇറങ്ങി വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂടാരത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം. എന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യതകൾ
നിങ്ങൾ നേരിടുന്ന വിഷയങ്ങളുടെ മേൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കണം. എന്നാർക്കോ വേണ്ടിയൊക്കെയോ ദൈവത്തിന്റെ ആ അത്ഭുത കരം നീട്ടിയഭുജത്താലും ആ വീര്യമുള്ള കരത്താലും by a mighty hand and outstretched arm തന്റെ ജനത്തെ ജയോത്സവമായി നടത്തിയ ആ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ഭർത്തിമായുടെ കുരുട് കണ്ണുകൾ തൊട്ട് സ്പർശിച്ചതുപോലെ എന്തൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും ചെയ്തെടുക്കുകയാണ്. നമുക്കൊന്ന് സ്വീകരിക്കാം, വിശ്വസിക്കാം. അടഞ്ഞിരിക്കുന്ന വാതിലുകളെ കർത്താവ് ഇന്ന് പകൽക്കാലം തുറക്കുകയാണ്. We just welcome you. Our eyes are upon you, God. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലാണപ്പാ. I want to thank you. We pray that you will make yourselves great in our midst. ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് വലിയവനായി വെളിപ്പെട്ടു വരണമേ. ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരു പുതിയ മാസത്തിലേക്ക്, ഒക്ടോബർ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഒരു 3 മാസം കൂടെ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് 2026 പ്രവേശിക്കുവാൻ. ഹല്ലേലൂയ. ഒരു വർഷത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമ്മളെ തന്നെ ഒരുക്കി ശേഷിക്കുന്ന ദിവസങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പുതിയ വർഷത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് this is a month, October is a month of great transformation. ആഴമായ രൂപാന്തരം നടക്കേണ്ട ഒരു മാസമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്ത് വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിലൊക്കെ ദൈവത്തിന്റെ ഈ രൂപാന്തരപ്പെടുത്തുന്ന ട്രാൻസ്ഫോർമേറ്റീവ് വർക്ക്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ആ വാക്ക് ഒരു ഗ്രീക്ക് പദം മെറ്റമോർഫോസിസ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമർ കീഴിലെ 2 വാക്യത്തിലൊക്കെ സുപരിതമായ അനേക പ്രാവശ്യം കേട്ടിട്ടിരിക്കുന്ന മെറ്റമോർഫോ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പുഴു അതിന്റെ രൂപവും ഭാവവും സ്റ്റേറ്റ് ഒക്കെ മാറി അതൊരു മനോഹരമായ ചിത്രശലഭമായി വെളിപ്പെടുന്ന ഒരു ആശയമാണ് മെറ്റമോർഫോ, ട്രാൻസ്ഫോർമേഷൻ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു മരുരൂപമലയിൽ രൂപാന്തരപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് യേശു നിറഞ്ഞു, തേജസ്സിൽ വെളിപ്പെട്ടു. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരപ്പെട്ടു, മെറ്റമോർഫോസിസ്. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നോട്ട് ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ചേഞ്ച്, but a deeper transformation. ആഴമായ ഒരു രൂപാന്തരം. ട്രാൻസ്ഫോർമേഷൻ മീൻസ് ചേഞ്ച്. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പച്ചപ്പുഴുവായിരിക്കുന്ന ആ സ്റ്റേറ്റിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന്, ആ രൂപത്തിൽ നിന്ന്, ആ ക്യാരക്ടറിൽ നിന്ന്, ആ മോഡിൽ നിന്ന് മനോഹരമായ ചിത്രശലഭമായി തീരുന്ന ഒരു രൂപാന്തരത്തിന്റെ പ്രവൃത്തി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ആഴമായ രൂപാന്തരങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ. പഴയ പച്ചപ്പുഴുവായിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ മനോഹരമായ ചിത്രശലഭം അത് വെളിപ്പെടുമ്പോൾ, അയ്യോ ഇത് പച്ചപ്പുഴുവിൽ നിന്നാണോ ഇത് വന്നത് എന്ന് നാം വിസ്മയിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തേശുവിൽ അങ്ങനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ. പഴയ അജിത്താണോ ഇത്? പഴയ സുമയാണോ ഇത്? പഴയ നിങ്ങളാണോ? നിങ്ങളോട് പ്രത്യേക സ്നാനപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ കർത്താവിനോട് ചേർന്നു. സ്നാനത്തിൽ നാം അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുകയാണ്. We are becoming united one. നിങ്ങൾ യേശുവിനോട് ചേർന്നു. നിങ്ങൾ കർത്താവിനെ ധരിക്കുക. ഒരു പുതിയ വസ്ത്രം, യേശുവിന്റെ ആ വസ്ത്രം, യേശുവിനെ നിങ്ങൾ ധരിക്കുകയാണ്. ഇന്നലെ വരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി, നിങ്ങളുടെ മോഹത്തിനു വേണ്ടി ജലപ്രകാരം ഒക്കെ നിങ്ങൾ ജീവിച്ചു. നിങ്ങളുടെ ഡ്രൈവർ സീറ്റിൽ നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങളുടെ ജീവിതമൊക്കെ ഓടിച്ചു. ഇതെനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ ഞാൻ ചെയ്യും, ഇങ്ങനെ ഞാൻ ചെയ്യുകയില്ല എന്ന് നിങ്ങളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനൻ. പക്ഷെ സ്ഥാനപ്പെട്ടവരും, ഇന്നലെ സ്ഥാനപ്പെട്ടവരും നിങ്ങൾ ക്രിസ്തുവിലായി തീർന്നെങ്കിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറ്റത്തില്ല. നിങ്ങളാണോ യജമാനൻ? എനിക്ക് ബുദ്ധിമുട്ടാ, എനിക്ക് പ്രയാസമാ. Who is the master? Ajit, are you the master? Or Jesus is the master? എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് താല്പര്യമില്ല. നിന്നോട് ഇഷ്ടവും താല്പര്യം ചോദിച്ചില്ലെന്നേ. നീ ജീവിക്കുന്നത് നീയല്ല. ആഴമായ രൂപാന്തരത്തിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഞാൻ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ജീവിക്കുന്നത് ഞാനല്ല. ഹല്ലേലൂയ. പഴയ യജമാനനായി അല്ല. ആഴമായ രൂപാന്തരത്തിലേക്ക് നമ്മളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. A great and a deep transformation. രൂപാന്തരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ രൂപാന്തരം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. Only transformed people can transform communities. Deep transformation means deep change. A change that is above our culture. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ സംസ്കാരം, our traditions, our cultures, ഇതിനെല്ലാം ആഴമായ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, നമ്മൾ എവിടുന്ന് വന്നു, ഏത് വീട്ടിൽ ജനിച്ചു, ഏത് ദേശത്ത് ജനിച്ചു, അതെല്ലാം നമ്മളെ സ്വാധീനിക്കും. പക്ഷെ നമ്മുടെ സംസ്കാരം പറയുന്നതല്ല, നമ്മുടെ പാരമ്പര്യം പറയുന്നതല്ല, നമ്മൾ ഏത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു, ഏത് ദേശത്തിൽ നിന്ന് വന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. നീ ക്രിസ്തുവിലാണെങ്കിൽ, നീ ദൈവരാജ്യത്തിന്റെ ഒരു പൗരനായി തീർന്നെങ്കിൽ
നിലാഴമായ ഒരു രൂപാന്തരം. ദൈവരാജ്യത്തിന്റെ ഒരു ദൈവ പൈതലാണ് നീ എന്ന്, ഒരു ദൈവത്തിന്റെ പുത്രിയാണെന്ന് വെളിപ്പെടുന്ന ഒരു ആഴമായ രൂപാന്തരത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുകയാണ്. ഇത് പകൽക്കാലം നാം അതിന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അത് ഈ സുവിശേഷം നമ്മൾ ചെയ്തെടുക്കുന്ന ആ കാര്യമാണ് ആഴമായ രൂപാന്തരം. ഹല്ലേലൂയ. ഇതൊരു മതപരിവർത്തനമല്ല പ്രിയപ്പെട്ടവരെ. This is not a change of titles and religions. ഇത് ഹൃദയത്തിന്റെയും സ്വഭാവത്തിന്റെയും ആഴമായ പരിവർത്തനമാണ്. എന്റെ പേര് മാറിയതുകൊണ്ട്, മതം മാറിയതുകൊണ്ട്, ഒരു കൂട്ടത്തിൽ നിന്ന് വേറൊരു കൂട്ടത്തിൽ നിന്ന് വന്നതുകൊണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് ചാടിയതുകൊണ്ട് അല്ല. എന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോട് വീണ്ടും ഒരു 100 പ്രാവശ്യം പ്രസംഗിക്കുക. അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടുത്ത ചില നിയോഗങ്ങൾക്ക് വേണ്ടി, അടുത്ത ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. അതിന്റെ ഒരു ഗൗരവത്തോടും അതിന്റെ ഒരു ഹൃദയ ഭാരത്തോടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഞാൻ എന്നോട് പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്നും, എന്റെ വികാരത്തിൽ നിന്നും, എന്റെ മനസ്സിൽ നിന്നും ഒക്കെ തട്ടിയാണ് ഈ ഒരു ദൂത് നിങ്ങളിലേക്ക് വരുന്നത്. That message which does not touch you and change you will never change anyone else. നിങ്ങളെ തട്ടാത്ത, നിങ്ങളെ സ്പർശിക്കാത്ത, നിങ്ങളെ രൂപാന്തരപ്പെടുത്ത ഒരു മെസ്സേജും ഒരു ഉപദേശവും, that advice and instruction that does not change you will not change. Somebody say, I want to be metamorphosed. ആഴമായ ഒരു രൂപാന്തരത്തിലേക്ക് വരുവാൻ. I want to be transformed. I want to be transformed. I want to be confirmed into the image. റോമർക്കെഴുതിയ 8-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമ മക്കളോട്, സഭാ മക്കളോട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്. For those whom he foreknew, he also destined from the beginning, he foreordained them to be molded into the image of his son. Amplified version ആണത്. മലയാളത്തിൽ വായിക്കാം. യെസ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും, നിങ്ങളുടെ പേരെന്തായിക്കോട്ടെ, ആദ്യപുത്രനായ യേശുവിനോട് നമ്മെ അനുരൂപപ്പെടുത്തുവാൻ, നമ്മെ കൺഫേം ചെയ്യുവാൻ. സുമോ മോർഫോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. സുമോർഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കണം, എന്നെ ഈ അജിത്തിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കണം, എന്താണ് പരിശുദ്ധാത്മാവ് അങ്ങ് എന്നിൽ ബന്ധപ്പെടുന്നത്, ഹല്ലേലൂയ, എന്താണ് എന്നിൽ പ്രവർത്തിച്ചെടുക്കുവാൻ അങ്ങ് ബന്ധപ്പെടുന്നത്, അങ്ങ് പരിവർത്തിക്കുന്നത്. സുമോർഫോ, I want to confirm you into the same image of Jesus Christ. നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ഐഡന്റിറ്റിയിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ കാഴ്ചപ്പാടിൽ, നിന്റെ മനോഭാവത്തിൽ, നിന്റെ ജീവിത ശൈലിയിൽ I want to see Christ. That's my assignment. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എത്ര പേര് ആ ഒരു സുമോർഫോസിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെ ഒന്ന് മെറ്റമോർഫോസ് ആകുവാൻ, നീ ഒരു സുമോർഫോസിലേക്ക് വരണമെങ്കിൽ ഒരു മെറ്റമോർഫോസ് നിന്നിൽ നടക്കണം. ആ മലയാളത്തിൽ ആ വാക്യങ്ങൾ, 2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. മുൻ നിയമിച്ചവരെ വിളിച്ചും, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, അവൻ വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമോ? നാം ഒന്ന് സമർപ്പിക്കുമോ? നാം ഒന്ന് വിധേയപ്പെടുകുമോ? ഈ ദൈവത്തിന്റെ പഠനവും ധ്യാനവും ഉപദേശവും പ്രസംഗങ്ങളും ആരാധനയും നമ്മുടെ കൂട്ടായ്മകളൊക്കെ നമ്മെ ഈ സുമോർഫോസിലേക്ക്, യേശുവിനോട് അനുരൂപപ്പെടുത്തുവാൻ ഉള്ള മീറ്റിംഗ് പോയിന്റുകളാണ്. അവൻ മുന്നറിഞ്ഞവരെ, 29-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും നമുക്ക് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒക്ടോബർ മാസം 2025 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂതറിയിക്കുന്നു, അവന്റെ സ്വരൂപത്തോടെ, that you will be like Jesus. Amen. That you will be more like Jesus. In your nature, in your character, in your lifestyle, in your behavior, in your talks, in your thoughts, in the power and the authority that you display, in every dimension, you will be like Christ. Hallelujah. യേശുവിനോട് അനുരൂപപ്പെടുവാൻ, തന്റെ പുത്രനോട് അനുരൂപപ്പെടുവാൻ നമ്മെ മുന്നായി നിയമിച്ചിരിക്കുന്നു. A Christ-like attitude and a Christ-like character. That's the mark of deep transformation. ആഴമായ രൂപാന്തരത്തിന്റെ മാർക്കുകളാണ് that there is Christ-likeness. നമ്മൾ എത്ര രൂപാന്തരപ്പെട്ടു? യേശുവിനോടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ മതി, ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ആ ഫോട്ടോയും നമ്മുടെ ഫോട്ടോയും ഒന്ന് വെച്ച് നോക്കിയാൽ മതി. എത്രമാത്രം കർത്താവിന്റെ ആ മനോഭാവത്തിൽ, കർത്താവിന്റെ ആ സ്വഭാവത്തിൽ നാം ഏകീഭവിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആഴമായ ഒരു രൂപാന്തരത്തെ കൊണ്ടുവരികയാണ്. ഈ സുവിശേഷം അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. യേശു നമ്മൾ ചെയ്തെടുക്കുന്നത്. The transformative power of the Lord Jesus to those who will yield themselves to the Holy Spirit. പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സുവിശേഷം, യേശു പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്ന ആ വലിയ ദൈവപ്രവൃത്തി അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഒരു മരിച്ച വ്യക്തി ഉയർക്കുന്നതിനേക്കാൾ
അത്ഭുതമേറിയൊരു പ്രവൃത്തിയാണ്. പാപിയായ അന്ധകാരത്തിന്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ജഡമോഹങ്ങളിൽ, ജഡജീവിതത്തിൽ, ജഡസ്വഭാവത്തിൽ, അനുസരണക്കേടിലും, മർദ്ദലിപ്പിലും, വ്യഭിചാരത്തിലും, ദൈവത്തിന് വിരോധമായ ദൈവത്തിന്റെ വിധികളിലൊക്കെ നടന്ന ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ PG അംഗങ്ങൾ നമ്മുടെ മധ്യത്തിലേക്കൊന്ന് വരുവാൻ, ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരുവാൻ ഇടയായിത്തീർന്നു. 84-85 വയസ്സ് പ്രായമുള്ള ഈ ദൈവമനുഷ്യൻ ഭാരതത്തിന്റെ ഉണർവിനായി, ഭാരതത്തിലെ ദൈവത്തിന്റെ രാജ്യം വരുവാൻ കഴിഞ്ഞ 50 വർഷങ്ങൾ താൻ അധ്വാനിച്ചു. എനിക്കറിയാം ഈ സമയം ഒത്തിരി ഇല്ല. തനിക്ക് താൻ കേരളത്തിലുള്ള സീനിയർ പാസ്റ്റർമാരെയും ബിഷപ്പുമാരെയും എല്ലാം കണ്ട്, അയ്യോ ഭാരതം വലിയൊരു പ്രതിസന്ധിയിലാണ്, ദൈവജനമേ, ദൈവസഭകളെ, ദൈവമക്കളെ, ശുശ്രൂഷന്മാരെ, സഭാ നേതാക്കന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, നിങ്ങളൊന്ന് തിരിച്ചറിയണം. പ്രാർത്ഥനയ്ക്കായും ആഴമായ സമർപ്പണത്തിന് വേണ്ടി ഈ ദൈവമനുഷ്യൻ ഹല്ലേലൂയ താൻ തന്റെ ചരിത്രം പറയുകയാണ്. മാറാത്ത ഒരു മദ്യപാനിയായി 10-15 സിഗരറ്റുകൾ ഒരു ദിവസം വലിക്കുന്ന, മോഷ്ടിക്കുന്ന, തന്റെ ജീവിതത്തിന്റെ ആഴമായ പാപത്തിന്റെ അവസ്ഥകൾ കണ്ട്, അയ്യോ ഇത്രയും ഹീനമായ, മോശമായ ഒരു വ്യക്തിയാണല്ലോ ഞാൻ, ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ചിന്തിച്ചതിന്റെ മധ്യത്തിലാണ് ഈ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടത്. മദ്യപാനിയായ, പുകവലിക്കാരനായ, മോഷ്ടിക്കുന്ന PG ഇന്ന് ഭാരതത്തിന്റെ അപ്പോസ്തലനായി തന്റെ 50-55 വർഷങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് താൻ 10,000 സഭകളെ ഭാരതത്തിൽ ഉയർത്തുവാൻ ദൈവം കരങ്ങളിൽ എടുത്തുപയോഗിച്ച ആഴമായ രൂപാന്തരത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂതറിയിക്കുന്നു. നമ്മൾ ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ആ അത്ഭുതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനുണ്ട്, നമ്മിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഫിലെമോന്റെ പുസ്തകത്തിൽ നിന്നാണ് ഹല്ലേലൂയ അവിടെ 3 കഥാപാത്രങ്ങളെ, വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലൻ, 2 ഫിലെമോൻ, 3 ഒനേസിമസ്. 3 ജീവിതങ്ങൾ യേശുവിന്റെ സുവിശേഷത്താൽ സ്പർശിക്കപ്പെട്ട ഈ സത്യസുവിശേഷം അവരെ ടച്ച് ചെയ്ത, അവരുടെ ജീവിതങ്ങളെ കീഴ്മേൽ മറിച്ച് രൂപാന്തരപ്പെടുത്തിയ 3 ജീവിതങ്ങളെ നമുക്ക് കാണാം. ഈ ലേഖനത്തിലൂടെ നാം ഒന്ന് ഓടിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈ ദൈവമനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ, ഈ സഭാ കുടുംബത്തിൽ, എന്നെ ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ വലിയ ദൈവ പ്രവൃത്തിയുടെ ഒരു സാക്ഷിയായി തീരണമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഫിലെമോന്റെ പുസ്തകം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ ഭവനമായി വെളിപ്പെടണം. ഹൗസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ഒരു ഭവനമായി നമ്മൾ പാർക്കുന്ന ആ സ്ഥലത്ത് ദൈവരാജ്യത്തെ സ്വാധീനിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ, ദൈവരാജ്യത്തെ തുറന്നു വിടുവാൻ, ദൈവരാജ്യത്തിന്റെ ജീവനെ അവിടെ വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ ഡെപ്യൂട്ട് ചെയ്ത്, അപ്പോയിന്റ് ചെയ്ത്, ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം നമ്മെ ദൈവം അവിടെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫിലെമോന്റെ പുസ്തകം 1-ാം അധ്യായം, ഒരു അധ്യായമേ ഉള്ളൂ, 25 വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ 34 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അനേക ലേഖനങ്ങൾ സഭകൾക്ക് എഴുതി, കുറച്ച് ഇടയ ലേഖനങ്ങൾ വ്യക്തിപരമായി 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലെമോൻ എഴുതി. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, ഫിലെമോൻ ഇതെല്ലാം വ്യക്തികൾക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് ഇതെല്ലാം ഇടയ ലേഖനങ്ങൾ. പാസ്റ്ററൽ, എങ്ങനെയാണ് ഒരു പാസ്റ്റർ തന്റെ സഭയെ കൊണ്ടു നടക്കേണ്ടത് എന്ന് വിവരിക്കുന്ന ലെറ്ററുകളാണ്, ലേഖനങ്ങളാണ്. പൗലോസ് സഭകൾക്ക് 1-2 തെസ്സലോനിക്കർ, 1-2 കൊരിന്ത്യർ, ഗലാത്യർ, റോമർ, എഫേസ്യർ, കൊളോസ്യർ, ഫിലിപ്പീൻസ്, എബ്രായർ. ദൈവം പൗലോസിനെ വലിയൊരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ദൈവഭക്തനെ, ഈ ദൈവമനുഷ്യനെ ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റോറിയാണ് പൗലോസിനുള്ളത്. ഫിലെമോന്റെ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം ബൈബിളിലെ ഏറ്റവും ചെറിയ ഒരു ലേഖനമാണ്, ഏറ്റവും ചെറിയ അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു ബുക്കാണ്, ഒരു പുസ്തകമാണ്. ഇത് എഴുതിയത് പൗലോസാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫിലെമോൻ, കൊളോസയിൽ താമസിക്കുന്ന ഫിലെമോനാണ്. 1, 2, 3 വാക്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോഥെയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലെമോൻ എന്ന നിനക്കും സഹോദരിയായ അബ്ബേയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇതിന്റെ പശ്ചാത്തലം പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. AD 52-54 മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫെസസ് പട്ടണത്തിൽ പൗലോസ് പ്രവർത്തിക്കുകയാണ്. പൗലോസ് സുവിശേഷം അറിയിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവിടെ പ്രഘോഷിക്കുകയാണ്. അത് മുഖാന്തരം എഫെസസിൽ ശക്തമായ ഒരു ദൈവസഭ ഉളവാകുകയാണ്. ചുറ്റുമുള്ള പട്ടണങ്ങളിൽ, എഫെസസ് പട്ടണത്തിൽ ദൈവത്തിന്റെ ഈ പ്രവൃത്തി അനേക പട്ടണങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തലത്തിലേക്ക് അത് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം 100 മൈൽക്ക് അപ്പുറമാണ് കൊളോസ പട്ടണം. പൗലോസ് അപ്പോസ്തലൻ കൊളോസയിലേക്ക് പോയിട്ടില്ല. പക്ഷെ കൊളോസ പട്ടണത്തിൽ താമസിക്കുന്ന 2 വ്യക്തികൾ, എപ്പഫ്രാസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനും ഫിലെമോൻ എന്ന് പറഞ്ഞ ഈ വ്യക്തികളും എഫെസസിലേക്ക് വരികയും അവരുടെ ജീവിതം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുവാൻ, സുവിശേഷത്താൽ പിടിക്കപ്പെടുവാൻ, ഈ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ഈ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ പ്രവൃത്തിയിലേക്ക് അവർ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പൗലോസിന്റെ കൈക്കീഴിൽ ശിഷ്യത്വപ്പെടുത്തി ശിഷ്യന്മാരായി അല്പം കഴിഞ്ഞപ്പോൾ അവരെ കൊളോസിലേക്ക് പറഞ്ഞയക്കുകയാണ്.
കൊളോസോ പട്ടണത്തിൽ ഫിലിമോന്റെ ഭവനത്തിലാണ് ഇപ്പോൾ സഭ കൂടുന്നത്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ഭവനം. ഹല്ലേലൂയ. എപ്പഫ്രാസ് ആണ് അവിടുത്തെ പാസ്റ്റർ. ഫിലിമോൻ കൂട്ടു പാസ്റ്ററായി, കോ പാസ്റ്ററായി ഫിലിമോന്റെ ഭവനത്തിൽ ഭാര്യ ഫിയ, മകൻ അർക്കിപ്പസ്, ആ ഭവനത്തിൽ ഒരു ദൈവസഭ, ഒരു ദൈവ പ്രവൃത്തി. ഫിലിമോൻ ആരായിരുന്നു? ഫിലിമോൻ കൊളോസ്സേ പട്ടണത്തിൽ ധനികനായ ഒരു റോമൻ പൗരനായിരുന്നു. റോമ സാമ്രാജ്യം ഏറ്റവും മുന്നിട്ട് നിന്നപ്പോൾ, പ്രബലപ്പെട്ടു നിന്നപ്പോൾ, ആ സാമ്രാജ്യത്തിലുള്ള, ആ സംസ്കാരത്തിലുള്ള, ആ ജീവിത ശൈലി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഉന്നതനായ ഒരു ധനികനായിരുന്നു. Philemon was a very rich, wealthy person in the city of Colossus. വലിയ വീട്, വലിയ ഭവനങ്ങൾ, അനേക അടിമകളുള്ള, അന്ന് ആടുമാടുകൾ ഉള്ളതുപോലെ വീട്ടിൽ മനുഷ്യരെയും അടിമകളായി. ഒരു വ്യക്തിയുടെ സമ്പത്ത് ആടുമാടുകളിലും തനിക്കുള്ള ഭവനങ്ങളിലും സ്ഥലങ്ങളിലും സമ്പത്തിലും മാത്രമല്ല, അവിടുത്തെ വെൽത്ത് നിർണ്ണയിക്കുന്ന എത്ര അടിമകളുണ്ട്. അങ്ങനെ ഒനേസിമസ് എന്ന് പറഞ്ഞ കൊളോസ പട്ടണത്തിലുള്ള ഈ അടിമയും. ഹല്ലേലൂയ. നാം ഈ ലേഖനം വായിക്കുമ്പോൾ സുവിശേഷത്തിന് കൊണ്ടുവരുവാൻ കഴിയുന്ന ആഴമായ രൂപാന്തരമാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. How the gospel can transform you and transform your culture, your community, and bring you to a place above your culture. Hallelujah. Your traditions. നമ്മുടെ പാരമ്പര്യത്തെക്കാൾ, നമ്മുടെ സംസ്കാരത്തെക്കാളൊക്കെ സുവിശേഷത്തിന്റെ സത്യവചന ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തിന്, ദൈവരാജ്യത്തിന്റെ സത്യത്തിന് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേര് അതിനൊന്ന് തയ്യാറാണ്? മെറ്റമോർഫോ. ഹല്ലേലൂയ. അപ്പോൾ ഫിലിമോൻ ധനികനായ ഒരു മനുഷ്യനാണ്, റോമ സാമ്രാജ്യത്തിൽ ഉന്നതനാണ്, അടിമകളുള്ള ഒരു മനുഷ്യനാണ്, ഒന്നിന്റെ കുറവില്ല. പക്ഷെ എവിടേക്കോ തന്റെ ഉള്ളിൽ ഒരു ശൂന്യത. താൻ സേവിച്ച് ആരാധിച്ചു വരുന്ന അന്യാരാധനകളിൽ, തന്റെ സമ്പത്തിൽ തനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിത്യതയെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് കിട്ടാത്തതുകൊണ്ട് പൗലോസ് എഫെസസിൽ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ബിസിനസിന് പോയ ആ ഫിലിമോന്റെ ഹൃദയം സുവിശേഷത്താൽ സ്പർശിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അന്ന് വരെ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ പഠിച്ചവൻ, തന്റെ ഭവനത്തിനും തന്റെ മക്കൾക്കും തനിക്ക് വേണ്ടി ജീവിച്ച ഈ ഫിലിമോന്റെ ജീവിതത്തിൽ ഈ സുവിശേഷം യേശു രൂപാന്തരം കൊണ്ടുവരിക. പൗലോസിന്റെ ശിഷ്യനാണ്, പൗലോസിന്റെ സ്നേഹിതനാണ്, കൂടെ പ്രവർത്തിക്കാൻ തന്നെ സമർപ്പിച്ച ഒരു ഫെലോ വർക്കറായി മാറി, പൗലോസിന്റെ ഒരു മകനായി മാറി, പൗലോസിന്റെ ഒരു ആഴമേറിയ സുഹൃത്തായി മാറി. ആ പട്ടണത്തിൽ പോയിട്ടില്ല, പക്ഷേ ഫിലിമോൻ പറയും, ഞാൻ എന്റെ ഭവനം തുറക്കാം. പാസ്റ്റർ, ഐ വിൽ ഓപ്പൺ മൈ ഹൗസ്. എന്റെ ഭവനം ഞാൻ തുറക്കാം. പൗലോസേ, ഞാൻ എന്റെ ഭവനം തുറക്കാം. എനിക്ക് കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് എനിക്ക് വലിയൊരു ഭവനം വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എഫെസസിൽ നടക്കുന്നത് കൊളോസിയയിൽ നമുക്ക് ചെയ്തെടുക്കണം. എത്രയോ അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കുന്ന, അന്ധകാരത്തിന്റെ രാജ്യത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന എത്രയോ പേർ എന്റെ പട്ടണത്തിലുണ്ട്. പൗലോസേ, ഹല്ലേലൂയ. ഫിലിമോന് പൗലോസ് ഒരു ലേഖനം എഴുതുകയാണ്. AD 60-61 ആദ്യത്തെ റോമ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ ലേഖനങ്ങൾ എഴുതുകയാണ്. 4 ലേഖനങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, പിന്നെ ഫിലിമോനുള്ള ഒരു പേഴ്സണൽ എഴുത്ത്. 4 ലേഖനങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളെ പോലും, കാരാഗ്രഹ കണ്ണുനീരിന്റെ അവസ്ഥകളെ പോലും കീഴ്മേൽ മറിച്ച ഒരു ട്രാൻസ്ഫോംഡ് ലീഡറാണ് പൗലോസ് അപ്പോസ്തലൻ. നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ, നമ്മുടെ വിഷയങ്ങൾ എന്തായിക്കോട്ടെ, നമ്മൾ ഏത് പ്രതിബന്ധങ്ങളിലായിക്കോട്ടെ, it doesn't matter where you are and what is going, what storm is going, you can make the prison a place for the glory of God. Hallelujah. Hallelujah. ലേഖനങ്ങൾ എഴുതിയെന്ന് മാത്രമല്ല, ഫിലിമോന്റെ ഭവനത്തിൽ നിന്ന് ഓടി ഒളിച്ചുപോയ, മോഷ്ടിച്ച, ഫിലിമോന് ദ്രോഹം വരുത്തിയ ഈ ഒനേസിമസ് പൗലോസിന്റെ ജയിലറയുടെ അടുത്ത് വന്നു, ആ റോമൻ കാരാഗ്രഹത്തിൽ വന്നു. ഒനേസിമസിന്റെ ജീവിതം ഈ ദൈവഭക്തനാൽ, പൗലോസിനാൽ, കർത്താവിന്റെ സുവിശേഷത്താൽ ഒനേസിമസും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി, ഒരു ദൈവഭക്തനായി തീരുന്ന ഒരു തേജസ്സേറിയ സുവിശേഷത്തിന്റെ രൂപാന്തരത്തിന്റെ കഥയാണ്. ഹല്ലേലൂയ. പൗലോസ് രൂപാന്തരപ്പെട്ടു, ഫിലിമോൻ രൂപാന്തരപ്പെട്ടു, ഫിലിമോന്റെ ഓടിപ്പോയ അടിമയായ ഒനേസിമസും. This gospel is powerful. ഈ സുവിശേഷം ഭയങ്കര പവർഫുൾ ആണ്. നീ എവിടെ ആയിരുന്നാലും, നിന്റെ ജീവിതം ഏത് കുഴിയിലാണെങ്കിലും, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. This Jesus can change your life. നിന്നെ മാറ്റുവാൻ, നിന്റെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ മാത്രമല്ല, നിന്നിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ, ഈ വല്ലവനായ നല്ലവനായ പിതാവിനെ വെളിപ്പെടുത്തുവാൻ, യേശുവിന്റെ സ്വഭാവം നിന്നെ കാണുമ്പോൾ ഒരിക്കൽ നീ മദ്യപാനി ആയിരിക്കാം, ഒരിക്കൽ നീ പെണ്ണുപിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരിക്കൽ നീ എല്ലാം മുങ്ങി നടന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ യേശുവിന് ആ യജമാനത്വം കൊടുത്താൽ, ആ കർത്തൃത്വം കൊടുത്താൽ, പരിശുദ്ധാത്മാവിനെ നിന്നെ വിധേയപ്പെടുത്തിയാൽ, നിന്നെ യേശുവിനെ പോലെ ആക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു സുവിശേഷമാണ് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. The gospel is transformative. പക്ഷെ ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഈ സുവിശേഷം അവർ സ്വീകരിച്ചു, പുതിയ സൃഷ്ടികളായെങ്കിലും രൂപാന്തരം വെളിപ്പെടുന്നില്ല. കാരണം എന്താ? എത്രയോ വർഷങ്ങളായി നാം യേശുവിനെ അറിഞ്ഞു, നാം കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു, നാം സത്യസുവിശേഷം കേട്ടു, നാം ദൈവത്തിന്റെ വചനം പഠിക്കുന്നു, ധ്യാനിക്കുന്നു. എവിടെയോ
പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ മക്കളിൽ പ്രവർത്തിക്കുവാൻ എവിടേക്കോ നാം തടസ്സങ്ങളിട്ടു. കർത്താവേ, ആ മെറ്റമോർഫോസിസ്, ആ ട്രാൻസ്ഫോർമേഷൻ, യേശുവിനോടൊന്ന് കൺഫോംഡ് ആകുവാൻ, ഈ സുവിശേഷത്തിന് ചെയ്തെടുക്കുവാൻ കഴിയുന്ന ആ ട്രാൻസ്ഫോർമേറ്റീവ് പവർ, ആ പ്രവൃത്തി എന്നിലൊന്ന് ചെയ്തെടുക്കണമേ ദൈവമേ. അപ്പോൾ ധനികനായ ഫിലിമോന്റെ ഭവനം താൻ തുറക്കുകയാണ്. ഫിലിമോൻ മാത്രമല്ല, തന്റെ ഭാര്യ അഫിയ, തന്റെ മകൻ ആർക്കിപ്പസ്, അവരെല്ലാവരും ഈ സുവിശേഷ ഘോഷണത്തിൽ പൗലോസ് പറയുക, ആർക്കിപ്പസ് മൈ ഫെലോ സോൾജർ. ഫിലിമോന്റെയും അഫിയയുടെയും മകനാണ് ആർക്കിപ്പസ്. അവരൊരുമിച്ച്, ഹല്ലേലൂയ, ഇറ്റ്സ് നോട്ട് എ വൺ മാൻ, it's a family, it's a house of peace. കൊളോസ്യ പട്ടണത്തിൽ ഫിലിമോന്റെ ഭവനം ഒരു സമാധാനത്തിന്റെ ഭവനമായി തീർന്നു. എപ്പഫ്രാസ്, അവിടുത്തെ പാസ്റ്റർ, ഒരു സമാധാനത്തിന്റെ പുരുഷനായി തീർന്നു. ആ പട്ടണത്തിൽ ദൈവത്തിന്റെ ചലനങ്ങൾ നടക്കുകയാണ്. കൊളോസ്യ പട്ടണത്തിൽ ഒരു വലിയ ശക്തമായ ഒരു സഭ വരികയാണ്. കൊളോസ്യർക്ക് എഴുതിയ ഒരു ലേഖനം, ആ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനം പൗലോസ് എഴുതുക. കൊളോസയിലുള്ള സഭയ്ക്ക് പൗലോസ് എന്ന അപ്പോസ്തലനായ ഞാൻ എഴുതുന്ന ലേഖനം. Wow, one person, one family can transform a community. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു പട്ടണത്തിൽ, ഒരു ദേശത്തിൽ നിങ്ങൾ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാൽ അവിടെ രൂപാന്തരം കൊണ്ടുവരുവാൻ, ആ പട്ടണത്തെ പിടിക്കുവാൻ കഴിയും. Hallelujah. If we will rise up and establish houses of peace. Hallelujah. Amen. 4-5 വാക്യങ്ങൾ. ഫിലിമോൻ ധനികനായിരുന്നു. റോമ സാമ്രാജ്യത്തിലുള്ള ഒരു റോമ സംസ്കാരത്തിന്റെ ഒരു ഉടമയായിരുന്നു. ഒത്തിരി പാരമ്പര്യമുണ്ട്, ഒത്തിരി മൈൻഡ് സെറ്റുകളുണ്ട്. പക്ഷേ ഈ സുവിശേഷം തന്നെ മാറ്റുകയാണ്, തന്നെ വ്യത്യസ്തനാക്കുകയാണ്. റോമ സംസ്കാരവും പാരമ്പര്യങ്ങളും അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാറി. There is a great change. താൻ ദൈവരാജ്യത്തിന്റെ സംസ്കാരമുള്ള ഒരു ദൈവ പൈതലായി, ഒരു ദൈവ ഭക്തനായി, പുരുഷനായി താൻ വെളിപ്പെട്ടു വരികയാണ്. പൗലോസ് അപ്പോസ്തലൻ അഭിനന്ദിക്കുകയാണ്, ഫിലിമോനെ, നിന്നിൽ ദൈവം ചെയ്തെടുത്ത പ്രവൃത്തി, നീ ഏൽപ്പിച്ചു കൊടുത്ത പ്രവൃത്തി കണ്ട് ഞാൻ സന്തോഷിക്കുന്നു മകനെ. ഹല്ലേലൂയ. 4-5 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മളുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം കൂടെ. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും. For we have great joy and comfort and consolation in thy love, because the bowels of the saints are refreshed by thee, brother. സഹോദര, ഫിലിമോൻ മാറി. സ്വാർത്ഥനായ, തനിഷ്ഠക്കാരനായ, സ്വന്തം യജമാനത്വത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈ സുവിശേഷം രൂപാന്തരം കൊണ്ടുവന്നു. തന്റെ ഭവനം തുറന്നു, തന്റെ സമ്പത്ത് തുറന്നു, തനിക്കുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ദൈവസഭയ്ക്കും ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിനും തുറന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ പൗലോസ് പറയുക, ഫിലിമോനെ, ദൈവത്തോടുള്ളതിന്റെ വിശ്വാസം. Hallelujah. I'm proud of you, son. I'm proud of you, brother. I'm proud of you, fellow worker. ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുണ്ടായിരിക്കുന്ന നിന്റെ പാഷൻ മാത്രമല്ല, കൂട്ടുവേലക്കാരോട്, ആ സഭയിലുള്ള വിശ്വാസികളോട്, വിശുദ്ധന്മാരോട് നീ പുലർത്തുന്ന നിന്റെ ഹൃദയം. നിന്റെ വീട്ടിലല്ലേ അവർ വരുന്നത്? നിന്നോടല്ലേ അവർ ഇടപെടുന്നേ? ആദ്യമായി വരുന്നവർ അവർ യേശുവിനെ കണ്ടിട്ടില്ല, അവർ സുവിശേഷം കേൾക്കുന്നതേ ഉള്ളൂ. നിന്നിലാണ് അവർ യേശുവിനെ കാണുന്നത്. ഫിലിമോനെ, നീയാണ് യേശുവിന്റെ പത്രം. ഫിലിമോനെ, നീയാണ് യേശുവിന്റെ സൗരഭ്യ വാസന. ഫിലിമോനെ, നീയാണ് യേശുവിന്റെ കണ്ണുകൾ, നീയാണ് യേശുവിന്റെ കൈ സ്വഭാവം. അവർ നിന്നിലൂടെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള, സഹവിശ്വാസികൾക്ക് വേണ്ടിയുള്ള, കൊളോസ്യ പട്ടണത്തിലുള്ള ആ ജനത്തോടുള്ള നിന്റെ സ്നേഹം, നിന്റെ ആർദ്രത, your compassion, your love, സുവിശേഷം കൊണ്ടുവരുന്ന മാറ്റം, രൂപാന്തരം. നമ്മൾ സ്വാർത്ഥരാണ്, എനിക്കും എന്റെ മക്കളും എന്റെ കുടുംബവും എന്ന് ഒതുങ്ങി ചിന്തിക്കുന്ന ആ മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ ഈ സുവിശേഷം യേശു കൊണ്ടുവരുന്ന എൽ ശദായിയായ ദൈവം, യഹോവ റാഫയായ ദൈവം, താനൊരു പിതാവാണ്. He is a father. For God so loved the world. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. God is love. ഫിലിമോനെ, ആ ദൈവത്തെ നീ പ്രതിബിംബിച്ചു. അനേകർക്ക് യേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ, കാണുവാൻ, ആസ്വദിക്കുവാൻ നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും നിന്റെ ഭവനവും കാരണമായി തീർന്നു. നീ അനേകരെ ആശ്വസിച്ചു. Your love has impacted me. Hallelujah. പൗലോസിന്റെ ജീവിതം മാറി. 1 തിമോഥെയോസ് 1:12-13 വാക്യത്തിൽ ലേഖനം എഴുതുമ്പോൾ തന്റെ മകനായ തിമോഥെയോസിനോട് താൻ എഴുതുകയാണ്. 1 തിമോഥെയോസ് 1:12-13 വാക്യം വായിക്കാം. നമുക്കറിയാം, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നിന്ന് ആ എൻകൗണ്ടറിൽ തന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ആ രൂപാന്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ സംഭവിച്ചു. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന, തടവറയിലാക്കുന്ന, അവരെ കൊന്നുകളയുന്ന, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ സാക്ഷ്യം വഹിച്ച ഈ സൗൽ എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്തു. ഒരു രോഗസൗഖ്യത്തെക്കാൾ, കടഭാരം വിട്ടുപോകുന്നതിനേക്കാൾ, എന്തെങ്കിലും ഒരു ഭൗതികമായ നന്മ കിട്ടുന്നതിനേക്കാൾ അപ്പുറമായ സൗൽ എന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു
കർത്താവായി വെളിപ്പെട്ടു. Amen. Hallelujah. He was transformed by a loving encounter with God that changed his life. വലിയവൻ സൗൽ എന്ന് പറയുമ്പോൾ the big man, the big one. താൻ യേശുവിനെ കണ്ടപ്പോൾ തന്റെ പേര് സൗലിൽ നിന്ന് പൗലോസ് ചെറിയവനായി. Hallelujah. A big man, small man ആയി മാറി. The transformation that changed Saul into Paul. Hallelujah. നമുക്ക് വായിക്കാം. Yes. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശുവിന് നമ്മുടെ കർത്താവ് എന്ന വിശ്വസ്തൻ എന്ന് എണ്ണി, കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി, എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് എന്നെ ശുശ്രൂഷയ്ക്ക് കൈ ഉയർത്തി. ആരെങ്കിലും ഒക്കെ ഇവിടെ ശുശ്രൂഷയ്ക്ക് ദൈവമാക്കി പൗലോസ് പറയുക, എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ദൈവം എന്നെ ശുശ്രൂഷയ്ക്കാക്കി. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും. ഞാൻ ദൂഷകൻ. തന്റെ ജീവിതത്തെ കുറിച്ച് വർണ്ണിക്കുക. ഞാൻ ഒരു ദൂഷകനായിരുന്നു. I was a blasphemer. വായെടുത്താൽ ചീത്ത പറയുന്ന ഏഷ്യൻ മാർഗക്കാരെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരു ദൂഷകനായിരുന്നു. I was a blasphemer. Yes. ഉപദ്രവിയും. I was a persecutor. നിഷ്ഠൂരനുമായി. I was injurious. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. സുവിശേഷത്തിനെ കൊണ്ടുവരുവാൻ കഴിയുന്ന പവർ, സുവിശേഷത്തിന്റെ പവർ കണ്ടോ? ആ രൂപാന്തരത്തിന്റെ ശക്തി കണ്ടോ? ഒരു പച്ചപ്പുരുവായ നിന്നെ മനോഹരമായ ചിത്രശലഭമായി മാറ്റുവാൻ കഴിയുന്ന അത്ര പവറായി സുവിശേഷത്തിന് യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ പ്രക്രിയക്ക് വേണ്ടി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നീ ഒന്ന് സമർപ്പിക്കുമോ? എങ്കിൽ നിന്റെ ജീവിതത്തെ കർത്താവിന് തന്റെ മഹത്വത്തിനു വേണ്ടി ഹല്ലേലൂയ ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിയായ പിതാവാം ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ഒരു ജീവിതം ജീവിപ്പാൻ താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. ഫിലിമോന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. TPT. ഫിലിമോനെ, my brother, my co-worker, my fellow worker, my son, your love has impacted me. ഇത് ദൈവത്തിന്റെ സ്നേഹമല്ല ഇവിടെ പറയുന്നത്. ഫിലിമോനെ, നിന്റെ സ്നേഹം അഭിനന്ദിക്കുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രൈസ് ചെയ്യുകയാണ്. Your love, ദൈവത്തോടുണ്ടായിരിക്കുന്ന നിന്റെ സ്നേഹം അവിടെ ഒതുങ്ങി നിൽക്കാതെ സഹവിശ്വാസികളോടും നിന്റെ കൂട്ടുവിശ്വാസികളോടും വിശുദ്ധന്മാരോടും ആ ദേശത്തിലുള്ള എല്ലാവരോടും നിന്റെ ആ സ്നേഹം പ്രകടമായി ഒഴുകുകയാണ്. Your love has impact. അവരെ മാത്രമല്ല, നിന്റെ സ്നേഹം എന്നെയും ഇമ്പാക്ട് ചെയ്തു. ക്രിസ്തു കൊണ്ടുവന്ന ആ രൂപാന്തരം അതൊന്ന് ഒഴുകട്ടെ. ആ രൂപാന്തരത്തിന്റെ പ്രവൃത്തി നമ്മിൽ ഒതുങ്ങി നിൽക്കുക. നമ്മുടെ കുടുംബം It's a sacrificial love. നമ്മിൽ ഒതുങ്ങുന്ന സ്നേഹം അതൊരു ലിമിറ്റ് ഉണ്ട്. But a sacrificial love that will flow out for you. പൗലോസ് പറയുക, ഫിലിമോനെ, your love has impacted me and he brings me great joy and encouragement, for the hearts of the believers have been greatly refreshed through you, dear brother. അനേകം ഫിലിമോന്മാർ നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽക്കട്ടെ. ദൈവസഭകളിൽ എഴുന്നേൽക്കട്ടെ. പൗലോസ് പോലുള്ള അപ്പോസ്തലന്മാർക്ക് ഫിലിമോന്മാർ, അനേക ഫിലിമോന്മാർ എഴുന്നേൽക്കട്ടെ. അനേക തിമോഥെയോസ്മാർ എഴുന്നേൽക്കട്ടെ. പട്ടങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആഴമായ ഉടമ്പടി ബന്ധങ്ങളാണ്. It's deep transformation through deep covenantal relationships. Hallelujah. ഈ രൂപാന്തരം യേശു നേരിട്ടങ്ങ് ചെയ്യുകയല്ല. അതിനുവേണ്ടി ദൈവം വ്യക്തി ജീവിതങ്ങളെ ഫിലിമോനെ സ്പർശിച്ച, ഫിലിമോനെ കർത്താവിലേക്ക് കൊണ്ടുവന്ന, ഫിലിമോനെ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ അവനെ പരിശീലിപ്പിച്ചെടുത്ത പൗലോസ് എന്ന അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ നമുക്കത് കാണാം. ആഴമായ ബന്ധങ്ങൾ. ഹല്ലേലൂയ. The power of covenantal deep relationships that bring real radical transformation. Hallelujah. പൗലോസ് രൂപാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അത്ഭുതം ഇതിലാണ്. ഫിലിമോനുള്ള ഈ ധനികനായ കൊളോസ്യ പട്ടണത്തിൽ സ്വാർത്ഥനായ റോമ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യനും പൗലോസിനെ പോലെ, യേശുവിനെ പോലെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് രൂപാന്തരത്തിന്റെ കാരണമായി വാതിലായി തീരുന്നുണ്ടോ? Hallelujah. The power of covenantal deep relationship. ഉടമ്പടി ബന്ധങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അവിടെയുള്ള രൂപാന്തരങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഫിലിമോനെ, നിന്റെ സ്നേഹം അത് ഭയങ്കരമാണ്. അത് കൂട്ടുവിശ്വാസികൾക്കും എല്ലാം വലിയ ബ്ലെസ്സിംഗ്, അനുഗ്രഹമാണ്. നിന്റെ സ്നേഹം എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. 7-ാം വാക്യം മലയാളത്തിൽ ഭയങ്കര മനോഹരമായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം. നിങ്ങളുടെ പേര് അവിടെ നിന്നിട്ട് രാജേഷേ. യെസ്. വിശുദ്ധന്മാരുടെ രാജാ, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. ആരെ? യേശു തണുപ്പിച്ചു. അത് യേശു തണുപ്പിക്കുന്നവനാണ്. നീ തണുപ്പിച്ചു. Hallelujah. For we have great joy and consolation in thy love. സഹോദര, യെസ്. നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും, എനിക്ക് വളരെ, അപ്പോസ്തലനായ പൗലോസ് അവരുടെ പാസ്റ്റർ പറയാൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട്, ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായ നിന്നോട് കൽപ്പിപ്പാൻ
പൗലോസ് വിഷയത്തിലേക്ക് വരികയാണ്. ആമുഖമായി ഇതെല്ലാം ഫിലിമോനോട് പറഞ്ഞ് കാതലായ വിഷയത്തിലേക്ക് താൻ വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, യുക്തമായി എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ, ഒരു അപ്പോസ്തോലിക അധികാരത്തിൽ നിന്ന് ഒരു അപ്പോസ്തലനായതുകൊണ്ട്, നിന്നെ കർത്താവിൽ കൊണ്ടുവന്നതുകൊണ്ട്, നിന്റെ ആത്മീയ പിതാവായതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് കൽപ്പിച്ച് ചെയ്യിപ്പിക്കുവാൻ ക്രിസ്തുവിൽ എനിക്ക് ദൈവമാധികാരം തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് ഒതുങ്ങുന്നില്ല. നീ എന്റെ സ്നേഹിതനല്ലേ, എന്റെ കൂട്ടുകാരനല്ലേ, ഒരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന, അധികാരം ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുന്ന ആ തലത്തിലുള്ള ഒരു ബന്ധമല്ല ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന, ആ പ്രതികരണമല്ല ഞാൻ ആഗ്രഹിക്കുന്ന. ക്രിസ്തുവിലുള്ള നിന്റെ പക്വത, ക്രിസ്തുവിൽ നീ മനസ്സിലാക്കിയ ഈ സുവിശേഷം, യേശുവിലൂടെ നിന്നിൽ കൊണ്ടുവന്ന ആ രൂപാന്തരത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. യെസ്, ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ട് എങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ എനിക്ക് വയസ്സായി, ഒത്തിരി വയസ്സായി. ഇപ്പോൾ ഞാൻ റോമാ ജയിലിൽ സുവിശേഷ നിമിത്തം ക്രിസ്തുവിന്റെ റോമാ ഗവൺമെന്റിന്റെ ഒരു ബന്ധനല്ല. ഞാൻ സുവിശേഷ നിമിത്തം റോമൻ ജയിലിലാണ് കിടക്കുന്നത്. പക്ഷെ താൻ പറയുന്നത് കേട്ടോ, ക്രൈസ്റ്റ്. എന്റെ ചെങ്ങലകളിലും സുവിശേഷ നിമിത്തം ഞാൻ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളിലും ഞാൻ പ്രശംസിക്കുന്നു. ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ, ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, നമ്മൾ ഏത് ലെൻസിലൂടെയാണ് കാണുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെ നാം വീക്ഷിക്കുന്നത്, പൗലോസ് പറയുകയാണ്. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യെസ്, ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. ഒനേസിമസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. നോക്കിയേ, ഒരു അപ്പൻ ചെയ്യുകയാണ്. ഒനേസിമസ് ആരാണ്? ഒനേസിമസ് കൊളോസ്യ പട്ടണത്തിൽ ഫിലിമോന്റെ ഭവനത്തിലായിരിക്കുന്ന ഒരു അടിമയാണ്. താൻ ഫിലിമോനെതിരായി പ്രവർത്തിച്ചു, അവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു. എന്താണെന്ന് കൃത്യമായി പറയുന്നില്ല. എങ്കിലും ഫിലിമോന് ദുഃഖം വരുന്ന, വിഷയം വരുന്ന, വിഷമം വരുന്ന, പ്രശ്നമുണ്ടാക്കുന്ന ഒരു അടിമയായി, തലവേദനയായിരുന്ന ഒരു അടിമയായി മോഷ്ടിച്ച് പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് ഓടി ഒളിക്കുന്ന ഒനേസിമസ്. ഫിലിമോന്റെ ഹൃദയത്തിൽ ഒനേസിമസിനോട് അല്പം കോപമുണ്ട്, അല്പം ദേഷ്യമുണ്ട്, അല്പം വൈരാഗ്യമുണ്ട്. അവൻ അടിമയാണ്. അവനെ അവന്റെ കയ്യിൽ കിട്ടിയാൽ റോമാ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച്, ആ പാരമ്പര്യം അനുസരിച്ച്, അവിടുത്തെ ഗവൺമെന്റ് ലോസ് പറയുന്ന ഇതുപോലൊരു അടിമ മോഷ്ടിച്ച് ഒളിച്ചോടിപ്പോയാൽ, തന്റെ യജമാന്റെ വിരോധമായി പ്രവർത്തിച്ചാൽ, ആ നിയമം പറയുന്നത് എന്താ? അവനെ പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് ഒരു അടിമയ്ക്കുള്ള ശിക്ഷ. പൗലോസിന് നല്ലോണം അറിയാം. അവൻ കൊളോസിലേക്ക് തിരിച്ചു പോയാൽ ആ ശിക്ഷ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ഫിലിമോനെ, അത് നിന്റെ റോമ പാരമ്പര്യത്തിന്റെയും ഗവൺമെന്റിന്റെ സിസ്റ്റമാണ്. പക്ഷെ ഇന്ന് ഫിലിമോനെ, നീ ഒരു സാധാരണ പൈതലല്ല, നീ ഒരു സാധാരണ പൗരനല്ല. നീ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ ഒരു പൗരനാണ്. നീ ദൈവത്തിന്റെ മകനാണ്. ഒരു അപ്പോസ്തലനായി എനിക്ക് അധികാരം ഉപയോഗിച്ച് നിന്നോട് അത് കൽപ്പിക്കാം, പറയാം. പക്ഷെ ഞാൻ നിന്നോട് സ്നേഹത്തിൽ, എന്റെ കൂട്ടുകാരനായതുകൊണ്ട്, എന്റെ സഹപ്രവർത്തകനായതുകൊണ്ട്, എന്റെ മകനായതുകൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുക അത്രേ. ഒനേസിമസ് അവനൊരു മോശക്കാരനായിരുന്നു, അവനൊരു കള്ളനായി നിന്നോട് കളവ് ചെയ്ത് നിനക്ക് ഉപദ്രവം ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, അവൻ ഒളിച്ചോടി വന്നതാ. പക്ഷെ അവന്റെ ജീവിതത്തെ യേശു തൊട്ടു, അവൻ മാറി. അവനിലും ദൈവത്തിന്റെ ഒരു രൂപാന്തരം, സുവിശേഷത്തിന്റെ ഒരു രൂപാന്തരം സംഭവിച്ചു. നീ അവനൊരു അടിമയല്ല, അവൻ എന്റെ മകനാണ്, അവൻ എന്റെ സഹോദരനാണ്. പൗലോസിന്റെ വാക്കുകൾ നമ്മളെ വിസ്മയിക്കും. ഈ അടിമയായ ഈ വ്യക്തി പൗലോസിന്റെ ഹൃദയത്തിൽ അവനെന്റെ ചങ്കാണ്, അവനെന്റെ ഹൃദയമാണ്, അവനെന്റെ പ്രാണപ്രിയനാണ്. പൗലോസിന്റെ വാക്കുകളാണ് സുവിശേഷത്തിനെ കൊണ്ടുവരുവാൻ കഴിയുന്ന രൂപാന്തരം. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, this is the power of deep covenantal relationship. ആഴമായ ഉടമ്പടി ബന്ധങ്ങളാണത്. Oh yes, I beseech thee for my son Onesimus, whom I have begotten in my bones. നമുക്ക് TPT ട്രാൻസ്ലേഷൻ ഇടാം. വളരെ മനോഹരമായി TPT ആ കാര്യത്തെ മനോഹരമായി കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് ഫിലിമോന്റെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങളൊന്നുള്ളത് വായിക്കാം. ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ നിന്നോട് അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ, നോക്കിയേ, ഹല്ലേലൂയ. ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് തോന്നും ഭയങ്കര അഹങ്കാരം. അല്ല, ഞാൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ഉള്ള വസ്തുത പറയുകയാണ്. ഈ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീർന്നത് കുഞ്ഞെ ഞാനാണ്. അത് പുകഴുവാനും പ്രശംസിക്കുവാനും ഈ സുവിശേഷത്തെ നമ്മെ സ്വാധീനിക്കുവാൻ കഴിയും. തടവറയിലാണ് പൗലോസ് ഒരു ഒനേസിമസിനെ, അതും ഏറ്റവും പന്നനായ, മോഷ്ടിക്കുന്ന, ആർക്കും വേണ്ടാത്ത, തിരസ്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന്, അവഗണിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, ആരും പിടിച്ചു കൂടെ ഇരുത്തുവാൻ ആഗ്രഹിക്കാത്ത സമൂഹത്തിൽ നിന്ന് തടവിൽ പൗലോസിനെ ജനിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ
പ്രിയമക്കളെ, എത്രയോ അവസരങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ഭൂമി വിട്ടു പോകണം. ചാച്ചാ ബൈ ബൈ പറഞ്ഞ് നമുക്ക് ഇമ്പമുള്ള പരദീസിലേക്ക് നമുക്ക് എടുക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മുടെ ഭവനം കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. നമുക്ക് ഈ ലോകത്തിന്റെ സമ്പത്തുകൾ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നാം ക്രിസ്തുവിന് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന പ്രതിഫലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ മാതൃകകളെ അനുകരിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ്, ഫിലിമോൻ, ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കോ-പാസ്റ്ററായിരിക്കുന്ന ഒനേസിമസ്, ഇപ്പോൾ വിശ്വാസത്തിൽ ജനിച്ചു വീണ ഈ വ്യക്തി, ഹല്ലേലൂയ. I would much rather appeal because of our friendship. So here I am, an old man, a prisoner for Christ, making my loving appeal to you. It is on behalf of my child, whose spiritual father I became while here in prison. That is Onesimus. Okay, ഹൃദയത്തിന്റെ പോക്ക്, ബന്ധങ്ങളിൽ നിന്നുളവാകുന്ന ആ സ്നേഹം, ആർദ്രത, ഹല്ലേലൂയ, ഉപരിതലത്തിൽ ഉള്ള രൂപാന്തരമല്ല പ്രിയജനമേ. ആഴമായ സുവിശേഷം യേശു പരിശുദ്ധാത്മാവ് നമ്മിൽ കൊണ്ടുവരുന്ന ആ കരകളെ ഒന്ന് വീശി നമുക്കൊന്ന് സ്വീകരിക്കാം, ഒന്ന് ഏറ്റെടുക്കാം. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ ഈ വ്യതിയാനങ്ങൾ ഒന്ന് വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് അധികാരം ഉപയോഗിക്കാം, അത് ക്രിസ്തുവിൽ യുക്തമാണ്, എനിക്കത് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നീ പക്വത പ്രാപിച്ച ഒരു പയ്യനാണ്, ഒരു മകനാണ്, ഒരു ദൈവഭക്തനാണ്, ഒരു ദൈവവേലക്കാരൻ ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ ആത്മീയ മകനായ ഒനേസിമസ്. ഹല്ലേലൂയ. ഒനേസിമസ് എന്ന് പറഞ്ഞ ആ പേര്, ആ അടിമയുടെ പേര് ഒനേസിമസ് എന്നാണ്. ആ പേരിന്റെ അർത്ഥം എന്താണ്? പ്രയോജനമുള്ളവൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവൻ. അപ്പനും അമ്മയും അങ്ങനെ ഒരു പേര്, അടിമയാണ്, എന്നാലും അപ്പനും അമ്മയും നല്ലൊരു പേരിട്ട് ഒനേസിമസ്. ഒനേസിമസിന്റെ പേരിന്റെ അർത്ഥം എന്താ? വിലപ്പെട്ടവൻ, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നവൻ, ഗുണം കൊണ്ടുവരുന്നവൻ. പക്ഷെ അവന്റെ പ്രവൃത്തി കൊണ്ട് അവനൊരു തലവേദനയായി. അവൻ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമില്ലാതെ മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന, അപ്പനും അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു മകനായി തീർന്നു. അവന്റെ വിലയെല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ പൗലോസ് പറയുകയാണ്, അതെല്ലാം തിരിച്ചു പിടിച്ചു ഫിലിമോൻ. ഒരു സമയത്ത് അവന്റെ പേര് അങ്ങനെയായിരുന്നു, പക്ഷേ അവന്റെ പ്രവൃത്തി കാരണം അവനൊരു ചീത്തപ്പേര് വന്നെങ്കിലും ഈ സുവിശേഷം അവനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. The gospel has the power to restore your identity. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം, 13ാമത്തെ വാക്യം. തടവിൽ, സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ സമ്മതം കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. ഹല്ലേലൂയ. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃ സംബന്ധമായി എത്ര അധികം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. 11ാമത്തെ വാക്യം. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. മോനെ, അവൻ മുമ്പേ നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ, പ്രയോജനമില്ലാത്തവൻ, അടിമയായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. Formerly he was not useful or valuable to you, but now he is valuable to both of us. He is my very heart, and I have sent him back to you with this letter. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. Wow. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാ പ്രിയപ്പെട്ടവരെ. റോമർക്ക് എഴുതിയ 1-ാം അധ്യായം 16-17 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാകുന്നു. The gospel is the power to transform lives. പ്രയോജനമില്ലാത്തവനായ, ഗുണമില്ലാത്തവനായ, ചീത്തപ്പേര് ലഭിച്ചവനായ, ഒരു വിലയുമില്ലാത്തവനായ ഒനേസിമസ് പറയുകയല്ല, പൗലോസ് തന്നെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പറയുകയാണ്. The power of deep covenantal relationships. ഫിലിമോൻ അറിയത്തില്ല എന്തെങ്കിലും മാറ്റം വന്നോ എന്ന്, പക്ഷെ ഒരു അപ്പന്റെ വാക്കുകളാ, ഒരു അപ്പോസ്തലന്റെ വാക്കുകളാ. അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. Now he is valuable, he is precious, he is profitable, he is useful. Onesimus has come back to his true identity. The gospel has the power to change lives. And it must. നീ അടിമയാണെങ്കിലും പഠിത്തമില്ലെങ്കിലും പഠിത്തമുണ്ടെങ്കിലും ഏത് സമൂഹത്തിൽ നിന്ന് വന്നാലും നീ യേശുവിന് നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കുമോ? അവൻ എന്റെ പ്രാണപ്രിയൻ, എന്റെ ചങ്ക, എന്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് അയക്കാം. ഫിലിമോൻ, എനിക്കറിയാം നിനക്ക് അവനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ വളർന്ന പാരമ്പര്യം, നീ വളർന്ന സാഹചര്യം, നിന്റെ ആ കൾച്ചർ, നിന്റെ സിസ്റ്റം, നിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിന്റെ ട്രഡീഷൻ
നമുക്ക് തുറന്ന് വായിക്കാം. 16ാമത്തെ വാക്യം എന്ന് വായിക്കാം. യെസ്. അവൻ ഇനി ദാസനല്ല. നോക്കിയേ, പൗലോസ് പറയുക, നീ അവനെ ക്ഷമിക്കുക മാത്രമല്ല, ഫിലിമോൻ പറയാ, ഇല്ല, റോമാ സാമ്രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവനെ കൊല്ലാനാ, കല്ലെറിഞ്ഞ് കൊല്ലണം. അതൊന്നും ഞാൻ അതിനൊന്നും പോകുന്നില്ല. അത്രയും ഫിലിമോൻ ചെയ്താൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നീ ഇപ്പൊ ഞാൻ അതിനൊന്നും പോകുന്നില്ല, കേസിനും കോടതിക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഹൃദയം മാറിയിട്ടില്ല, മനസ്സ് മാറിയിട്ടില്ല. ഫിലിമോൻ വന്നു കഴിഞ്ഞാൽ ഈ സുവിശേഷം കൊണ്ടുവരുന്ന സ്വാധീനം, രൂപാന്തരം പൗലോസ് വീണ്ടും പ്രസ് ചെയ്യുകയാണ്. ഫിലിമോൻ ആരാണ്? പൗലോസിന്റെ ആത്മീയ പുത്രനാണ്, തന്റെ ടീമിലുള്ള ഒരു ഫെല്ലോ വർക്കറാണ്. തന്നെ പണിതെടുക്കുക. ഫിലിമോനെ, ഇത് നമ്മുടെ സാമ്രാജ്യമല്ല, ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യജമാനത്വം നടത്തുവാനുള്ള സ്ഥലമല്ല, ഇത് ദൈവരാജ്യമാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രോട്ടോകോളുകളുണ്ട്. ഞാനും നീയും നമ്മളെല്ലാവരും അതനുസരിക്കണം, അതിന് വിധേയപ്പെടണം. ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തിന് നാം വിധേയപ്പെടണം. ഓ ഹല്ലേലൂയ. 16ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദാസനല്ല. നോക്കിയേ, he is no longer a slave. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താ പൗലോസേ അങ്ങ് പറയുന്നത്? ഫിലിമോന് കൾച്ചർ ഷോക്കാണ്. അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയെ അടിമയല്ലാതെ എങ്ങനെ കാണുവാൻ കഴിയും? ആ സമ്പ്രദായത്തിൽ, സംസ്കാരത്തിൽ കൂടെ ഇരുത്താൻ പറ്റത്തില്ല. അവരെല്ലാം വെളിയിൽ നിൽക്കണം, പുറത്ത് നിൽക്കണം. ചെറിയ വീടാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വലിയ വീടാണ്, പട്ടണത്തിൽ അറിയപ്പെടുന്ന വീടാണ്, നാണക്കേടാണെന്നേ. പക്ഷെ പൗലോസ് പറയുക, ഫിലിമോനെ, കൾച്ചർ മാറി, സംസ്കാരം മാറി, ബാക്ക്ഗ്രൗണ്ട് മാറി. അതുകൊണ്ട് he is no longer a slave. 16ാം വാക്യം വായിക്കും. ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ തന്നെ. നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര. എനിക്ക് ജഡസംബന്ധമായി അവനോടൊരു, ഞാൻ കൊളോസ്യക്കാരനല്ല, പക്ഷെ നിനക്ക് ജഡസംബന്ധമായും ക്രിസ്തു. ആ കാലം ഉയർത്തി. ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ആയിത്തീരട്ടെ. ഹല്ലേലൂയ. എത്ര കാലത്ത് ഉപരിതലത്തിൽ നാം ജീവിക്കും, നാം ചുരുങ്ങി ചിന്തിക്കും. ഹല്ലേലൂയ. സുവിശേഷം നമ്മളെ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുവാൻ, നമ്മുടെ പിതാവാം ദൈവത്തെ പോലെ ഉള്ളൊരു ഹൃദയത്തിന് ഉടമകളാകുവാൻ, കാഴ്ചപ്പാടുകളുള്ളവരാകുവാൻ നമ്മെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 17ാം വാക്യത്തിൽ വീണ്ടും പൗലോസ് പറയുക, അവിടെ നിർത്തുന്നില്ല. ഇത്രയും പറഞ്ഞ് പൗലോസ് നിർത്തുന്നില്ല. നോക്കിയേ, 17, 18 വാക്യങ്ങൾ. യെസ്. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു. നീ എന്നെ കൂട്ടാളി, if you believe me or if you count me as a partner, അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക. അവൻ എന്നെ പോലെ ചേർത്ത് കൊള്ളുക. അവൻ നിന്നോട് വല്ലതും കടം വല്ലതും അന്യായം ചെയ്തിട്ടോ, അവൻ എന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടു. അത് എന്റെ. പൗലോസ് കുറ്റം ചെയ്തില്ല. പൗലോസ് യേശുവിനെ മാതൃകയാകുകയാണ്, അനുകരിക്കുകയാണ്. യേശു പാപം ചെയ്തില്ല, പക്ഷെ മനുഷ്യകുലത്തിന്റെ പാപം മൊത്തവും പിതാവിന്റെ സന്നിധിയിലേക്ക് പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ ഈ മക്കളെ ഓരോരുത്തരെയും അടുപ്പിക്കുവാൻ ഇതാ ആദ്യപുത്രനായ യേശു. ഹല്ലേലൂയ. പൗലോസ് പറയുക, നിരപ്പിന്റെ സുവിശേഷം, നിരപ്പിന്റെ റിക്കൺസിലിയേഷന്റെ മെസ്സേജ്. ഹല്ലേലൂയ. ഫിലിമോനെ, നീ ക്ഷമിക്കണം. ആ സ്നേഹിക്കുന്ന ക്ഷമ നിന്നിൽ നിന്ന് വെളിപ്പെടണം. That power, the power of forgiving, love and reconciliation is a hallmark of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ഹോൾമാർക്ക് എന്താണ്? The power of forgiving, love and reconciliation. എത്ര അത്ഭുതങ്ങൾ നടന്നാലും, എത്ര ദൈവപ്രവർത്തികൾ നടന്നാലും, എന്തൊക്കെ നമ്മുടെ മധ്യത്തിൽ എത്ര സമ്പത്ത് നമുക്കുണ്ടായാലും, എത്ര വലിയ കെട്ടിടം നമുക്കുണ്ടായെങ്കിലും, if we don't have forgiving, love and reconciliation, we have failed. പരിശുദ്ധാത്മാവാഴമായി നമ്മോടൊക്കെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവസഭയുടെ മക്കൾ എപ്പോഴും ഇങ്ങനെയുള്ള ദൈവമക്കളായിരിക്കണം. ഹല്ലേലൂയ. തന്റെ പാരമ്പര്യം അതിന് അനുവദിക്കത്തില്ല, തന്റെ സാഹചര്യം അനുവദിക്കത്തില്ല, തന്റെ സംസ്കാരം അനുവദിക്കത്തില്ല, തന്റെ ബാക്ക്ഗ്രൗണ്ട് അനുവദിക്കത്തില്ല. പക്ഷെ പൗലോസ് പറയും, നീ എന്റെ കൂട്ട് വേലക്കാരനാണെങ്കിൽ, if you are a partner, if you are my partner, receive him as you receive me. എന്നെ നീ സ്വീകരിക്കുന്ന പോലെ, ബഹുമാനിക്കുന്ന പോലെ അവനെ സ്വീകരിക്കുക. 18ാം വാക്യം. യെസ്. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടു കൊള്ളുക. എന്റെ പേരിൽ. ഹല്ലേലൂയ. If he hath wronged thee or owed thee, put it on my account. 19ാമത്തെ വാക്യം. യെസ്. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അനേക ലേഖനങ്ങൾ അനേകരെഴുതുന്നത്, ചിലപ്പോൾ തിമോത്തിയോസ് എഴുതും, ചിലപ്പോൾ സിൽവനസ് എഴുതും. പക്ഷേ ഈ ഫിലിമോനുള്ള ലേഖനം എന്റെ ഹൃദയമാണ് ഞാൻ നിന്നോട് അറിയിക്കുന്നത്. എന്റെ സ്വന്തം കൈയാൽ. അല്പം പ്രായമായി, കണ്ണത്തരം കൊണ്ട് പിടിക്കത്തില്ല, ബുദ്ധിമുട്ടായി എഴുതാനൊക്കെ, അതുകൊണ്ടാണ് അസിസ്റ്റൻസ് എഴുതുന്നത്. പക്ഷെ പൗലോസ് പറയുക, ഈ മകന് വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ക്ഷമ, ക്രിസ്തു കൊണ്ടുവരുന്ന ആ നിരപ്പ്, ഉപരിതലത്തിലുള്ള ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ഈ ഒരു യെസ്. പൗലോസ് എന്ന ഞാൻ എന്റെ സ്വന്തം കൈയാൽ, I Paul write this with my own hand, I will repay it, to say nothing of your owing me even your own self. വായിക്കാം. ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ പറയണം. പൗലോസ് പറയാ, ഫിലിമോനെ, ഞാൻ അതെല്ലാം തന്നു തീർക്കാം. ഒനേസിമസ് എന്തെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് അങ്ങനെ വെറുതെ ക്ഷമിക്കാൻ കഴിയത്തില്ലെങ്കിൽ അതിന്റെ കാളം മൊത്തം ഞാൻ നിനക്ക് തന്നു തീർക്കാം.
എത്ര പേര് അങ്ങനെ ഒന്ന് പറയും? നമ്മുടെ ബന്ധങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കുവാൻ, ആ തലം വരെയൊക്കെ അങ്ങനെ ഹൃദയം കാണിക്കുന്നവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, സ്വീകരിക്കുവാൻ എത്ര പേര് അങ്ങനെയൊക്കെ ഒന്ന് പോകും? കരങ്ങളെ ഒന്ന് ഉയർത്തി നമുക്കൊന്ന് അംഗീകരിക്കാം, ഒന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നവര്, നമ്മൾ പുറകെ പോയിട്ട് അവർക്ക് വേണ്ടെങ്കിൽ സാരമില്ല. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഹൃദയം കാണിക്കുന്നവരെ ഒനേസിമസ് പാപത്തിൽ ജീവിക്കല്ല. അവൻ മോഷ്ടിച്ചു, അവൻ കള്ളനായിരുന്നു. പക്ഷേ ജയിലറയിൽ, തടവിൽ പൗലോസ് സുവിശേഷം സംസാരിച്ച് യേശുവിന്റെ സ്നേഹത്താൽ താൻ പിടിക്കപ്പെട്ടു. ഈ സുവിശേഷം തന്നെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടിമയായിരുന്ന ഈ മോശപ്പെട്ട ജീവിതം ജീവിച്ച ഈ ഒനേസിമസ് വാസ്തവമായി രക്ഷിക്കപ്പെട്ടു. താൻ ഒരു ദൈവ പൈതലായി തീർന്നു. തന്റെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിന്റെ ആ ബദൽ, ആ ചേഞ്ച് വന്നു, വെളിപ്പെട്ടു. ഒരു മെറ്റമോർഫോസിസ് വെളിപ്പെട്ടു. അല്പസ്വല്പം യേശുവിനെ പോലെ സുമോർഫോ എന്ന് പറയുവാൻ പൗലോസിന് ചില അടയാളങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒനേസിമസിന്റെ ജീവിതത്തിൽ ആഴമായ അനുതാപം വെളിപ്പെട്ടു, മാനസാന്തരം വെളിപ്പെട്ടു, പൗലോസിനോട് വിധേയത്വം വെളിപ്പെട്ടു, ഒരു മകൻ കാണിക്കേണ്ട ഹൃദയത്തിന്റെ ആ നിലപാട് വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒനേസിമസ് പറയും, വിടല്ലേ, അങ്ങോട്ട് വിടല്ലേ, പൗലോസ് അപ്പോസ്തലനെ വിടല്ലേ. ഹല്ലേലൂയ. ഫിലിമോന് ഭയങ്കര പ്രശ്നമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, എന്നെ നീ ഇവിടെ അങ്ങ് നിർത്ത്. പൗലോസ് പറയില്ല, നീ പോണം. എന്നെ കണ്ടാൽ അപ്പം തന്നെ എന്താ കലിപ്പാകും. സാരമില്ല, ഈ എഴുത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാ. ഐ ആം കോൺഫിഡന്റ് ഓഫ് ഫിലിമോൻ. അവനിൽ പ്രവർത്തിച്ചത് ഞാനല്ല, അവനിൽ പ്രവർത്തിച്ചത് യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മാത്രമല്ല, അതിലപ്പുറം അവൻ ചെയ്യുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊന്ന് വായിക്കാം 19-20 വാക്യങ്ങൾ. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. എന്ത് പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ഒരു അനുഭവം. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കാം. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും. The confidence that Paul the apostle had over Philemon. എത്ര അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ശുശ്രൂഷന്മാരെ പറ്റിയൊക്കെ അങ്ങനെ ഒരു കോൺഫിഡൻസ്. ഞാൻ പറയുന്നത് നീ ചെയ്യും, അതിനപ്പുറം. നിന്റെ സംസ്കാരത്തിനും നിന്റെ പാരമ്പര്യത്തിനും ദൈവസഭയിലുള്ള ശുശ്രൂഷന്മാരെ നമുക്ക് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സഭയിലുള്ള ലീഡേഴ്സ്, നിങ്ങളുടെ കൈകളൊക്കെ ഒന്ന് ഉയർത്തി, കർത്താവേ, we're willing to be transformed. We're willing to go through the process of transformation. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു, നാം ലോകത്തിന്റെ ഉപ്പായിരിക്കുന്നു. We are the salt of the earth, the light of the world. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. ഫിലിമോനോട് പറയുക, 20-ാമത്തെ വാക്യം, ഞാൻ എല്ലാം തന്നു തീർത്തോളാം. പക്ഷെ പൗലോസ് വീണ്ടും പറയാം, ബന്ധങ്ങളുടെ ആഴം ഒന്ന് വർണ്ണിക്കാൻ വേണ്ടിയാണ് പാസ്റ്റർ നിർത്തി ഇത് പറയുന്നത്. 19-ാമത്തെ വാക്യം, verse 19, I Paul write this with my own hand, I will repay it, to say nothing of your own owing me, even your own self. I promise to pay you back everything, to say nothing of the fact that you owe me your very self. Hallelujah. അടിയനായ ഫിലിമോൻ, പൗലോസിന് എന്ത് കടപ്പെട്ടിരിക്കുക, എന്ത് കടമാണ് പൗലോസിനുള്ളത്, എന്ത് കടമാണ് ഫിലിമോന് ഉള്ളത് പൗലോസിനുള്ള ബന്ധത്തിൽ? സുവിശേഷത്തിന്റെ കടം. കൊളോസ്യ പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന, നിത്യജീവന്റെ സത്യസുവിശേഷം അറിയാതെ നരകത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നൽകിയ സുവിശേഷം തന്റെ ശിഷ്യനായി ചേർത്ത്, തന്റെ ശുശ്രൂഷകനായി പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത ആ കടമാണ് പൗലോസ് പറയുന്നത്. മോനെ, എത്രമാത്രം നീ കടപ്പെട്ടിരിക്കുന്നു. സഹോദരാ, കൂട്ടുവേലക്കാരാ, നീ എത്രമാത്രം എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കണ്ടാലോ. പൗലോസിന്റെ ആ പ്രാഗൽഭ്യം ഒന്ന് നോക്കിയേ. തന്റെ അപ്പോസ്തോലിക ദൗത്യത്തിൽ തനിക്ക് ഉണ്ടായിരിക്കുന്ന ആ പ്ലേസ് ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാർ വ്യത്യസ്ത നിലവാരങ്ങളിലുള്ളവരാണ്. നാം അവരെ തിരിച്ചറിയണം. ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഹല്ലേലൂയ, മീഡിയയിലൂടെ അങ്കിളിനെ ട്രോള് കളിയാക്കി പരിഹസിച്ചു. ആ മനുഷ്യന്റെ മഹത്വം അല്ലേ, ചെങ്ങന്നൂരുകാരനാണെന്ന്. ഈ ദേശത്തിൽ ജനിച്ചവർക്കും ഇവിടെ ശുശ്രൂഷിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു കാര്യമാണ്. ഭാരതത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഞാനൊരു സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഖത്തറയിൽ, കാശ്മീരിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി 29 വയസ്സുകാരനായ PG മദ്യപാനിയായ വെറിക്കൂത്തിൽ നടന്ന, അത്രയും മോശമായി തന്റെ കണ്ണിൽ തന്നെ അത്രയും ഹീനമായ ആ മനുഷ്യൻ സുവിശേഷന്റെ സത്യവചനത്താൽ പിടിക്കപ്പെട്ടപ്പോൾ, താൻ യേശുവിനെ സ്വന്തം രക്ഷാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, സുവിശേഷം തന്റെ ഉള്ളിൽ വളർത്തിയ ആ രൂപാന്തരം തനിക്ക് വെളിപ്പെട്ടപ്പോൾ, തന്റെ മദ്യപാനത്തിൽ നിന്നും, പുകവലിയിൽ നിന്നും, തന്റെ എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും, ദുർചിന്തകളിൽ നിന്നും എല്ലാം തന്നെ യേശു സ്വതന്ത്രനാക്കിയെന്നും തന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷം താൻ അനുഭവിച്ചപ്പോൾ, തന്റെ ഹൃദയത്തിൽ ഖത്തറയിലെ ജമ്മു കാശ്മീരിലുള്ള മലകൾ താൻ കാണുവാനിടയായിത്തീർന്നു. തന്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വേമ്പൽ. യേശുവിനെ അറിയാം. എന്നെ പോലെ എത്രയോ ആൾക്കാർ ഇവിടെ
നശിച്ചുകൊണ്ടിരിക്കുന്നു നരകത്തിലേക്ക്. അവർ ഒരു പ്രാവശ്യം പോലും സുവിശേഷം കേട്ടിട്ടില്ലല്ലോ, യേശുവിനെ കേട്ടിട്ടില്ലല്ലോ. ആ സമയത്ത് ലില്ലി ആന്റി ഇവിടെ നല്ല ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ എല്ലാം റെഡിയായി സെറ്റപ്പ് ഒക്കെ ആയിക്കൊണ്ടിരുന്നതിന്റെ മധ്യത്തിലാണ്, ലില്ലി നീ വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്തോ, ദൈവം എന്നെ അവിടെ വിളിക്കുക, ഞാൻ അവിടെ സുവിശേഷ വേല ചെയ്തോളാം, ഇടയ്ക്കൊക്കെ നമുക്ക് കാണാം, നല്ലൊരു ഓഫർ. പക്ഷേ ആ ലില്ലി ആന്റിയോടും പി ജി അങ്കിളുടെ ഭാര്യയോടും ദൈവം ഇടപെട്ടു. ഇല്ല ലില്ലി, നീയും പോകണം. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണ്ട, നീ പോണ്ട, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ മക്കൾക്ക് ഒരു ഗതിയും വരത്തില്ല. 50-55 വർഷം മിഷണറിമാരായി ഇതുപോലൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകുന്നവരുടെ മക്കൾ അല്ലേ, അവർക്ക് ഒരു ഗതിയും പിടിക്കത്തില്ല. ഇടാൻ നല്ല ഉടുപ്പില്ല, താമസിക്കാൻ സാഹചര്യം, നല്ല വിദ്യാഭ്യാസം ഇല്ല. It was an all out call. ലില്ലി ആന്റി പി ജി അങ്കിൾ പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനോട് കൂടെ പോയി സുവിശേഷം, the power of the gospel. ഇവിടുന്ന് പോയപ്പോൾ വളരെ ദുഃഖത്തോടെ പറഞ്ഞയക്കുന്നില്ലേ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഒരു മാവിന്റെ ഇലയിൽ പിടിച്ചതുകൊണ്ട് പി ജി അങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. പി ജി അങ്ങളുടെ സമർപ്പണത്തെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ പി ജി അങ്ങളുടെ ഭാര്യയുടെ സമർപ്പണത്തെ കുറിച്ച് നമ്മൾ വളരെ കുറച്ചേ കേട്ടുള്ളൂ. ആ ഇല പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ സുവിശേഷ ഘോഷത്തിന്റെ മധ്യത്തിൽ അല്ലേ, ജമ്മു കാശ്മീർ, നോർത്ത് ഇന്ത്യയുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ വളരെ സുഖകരമല്ലല്ലോ സുവിശേഷം അറിയിക്കുന്നത്. ക്രിസ്തു വിരോധികൾ കൊന്നുകളയാം, ആക്രമിക്കാം, മാനഹാനി വരുത്താം. നീ എന്തെങ്കിലും കാരണവശാൽ എന്റെ ഭർത്താവിനെ ക്രിസ്തു വിരോധികൾ കൊന്നാൽ പോലും, അപ്പോൾ ഗർഭിണിയാണ്, ഞാൻ പിച്ച ചട്ടി എടുത്തു എന്റെ മകനെ വളർത്തേണ്ടി വന്നാലും, ഞങ്ങളെ നിത്യവൃത്തി കഴിക്കേണ്ടി വന്നാലും, ഞാൻ മുമ്പോട്ടുള്ള വെച്ച കാല് ഞാൻ പുറകോട്ട് വെക്കുകയില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ തന്നെ മരിച്ച് ഞാനും അവിടെ വളമായി തീരും. ആ കുടുംബമാണ് പ്രിയപ്പെട്ടവരെ, അവരെത്ര മാനത്തിന് യോഗ്യനാണ്. ഇന്നാരാണ് അവരെ നിന്ദിച്ചത്? ഇന്നാരാണ് 85, 84, 85 വയസ്സ് പ്രായമുള്ള മനുഷ്യരെ, ഈ ദൈവ മനുഷ്യനെ, ഈ ദൈവ സ്തോത്രം പുരുഷന്മാരെ, the sinners upon this land, hallelujah, ക്ഷമയോദിക്കുന്നു. അപ്പാ, അങ്ങയുടെ പുസ്തകത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ കേരളം തിരിച്ചറിഞ്ഞില്ലല്ലോ, മലയാളി മക്കൾ തിരിച്ചറിഞ്ഞില്ലല്ലോ. ആ കൈകളെ ഒന്ന് ചേർത്ത് പിടിച്ചത് ദൈവത്തിന്റെ വഴികൾ അറിയാത്തവരായിരിക്കാം. ഞങ്ങൾ ക്ഷമയോദിക്കുന്നു. അപ്പാ, ഉപരിതലത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ലേ, ഒരു പാരമ്പര്യമല്ലേ, ഫിലേമോനെ പോലുള്ള ആഴമായ ബന്ധങ്ങൾ, ആഴമായ രൂപാന്തരങ്ങൾ എവിടെയാണപ്പാ ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോ മക്കളെ, പാസ്റ്റർ എന്നൊക്കെ പറയാം, എവിടെയാണ് ആഴമായ ഉടമ്പടി ബന്ധങ്ങൾ, എവിടെയാണ് വിധേയപ്പെടുന്നത്, എവിടെയാണ് സമർപ്പണം, എവിടെയാണ് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഓ ജീസസ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കടികളെ തുറക്കണമേ അപ്പാ. ഫിലേമോനെ, ഞാൻ എല്ലാം കടം വീട്ടി തരാം. ഒനേസിമസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം നീ എന്നെ പുറത്തിട്ടോ, ഞാൻ എല്ലാം കടം വീട്ടാം. ഞാൻ നിന്നോട് പറയണ്ടല്ലോ, നീ എത്രമാത്രമാണ് എനിക്ക് കടപ്പെട്ടിരിക്കുന്നത്. പൗലോസ് എങ്ങനെ സംസാരിക്കുവാൻ കഴിഞ്ഞു? അങ്ങനെയല്ല, എങ്ങനെ പറയുവാൻ കഴിഞ്ഞു? സുവിശേഷം കൊണ്ടുവന്നിരിക്കുന്ന ആഴമായ രൂപാന്തരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. These are deep transformations. പ്രിയമക്കളെ, നിങ്ങളുടെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന കർത്തദാസന്മാരെ നിങ്ങൾ മാനിക്കണം. അവരുടെ വാക്കുകൾക്കെല്ലാം വലിയ വില കൊടുക്കണം. ശിഷ്യത്വത്തിന്റെ പാതയിൽ അത് അനിവാര്യമാണ്. അത് നമ്മുടെ ഉയർച്ചയ്ക്കും മാനത്തിനും അഭിവൃദ്ധിക്കും ഒക്കെ അനുഗ്രഹത്തിനും അത് കാരണമായി തീരും. ഹല്ലേലൂയ, ആമേൻ. 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്, നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. പൗലോസ് പറയുക, നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഐ ആം കോൺഫിഡന്റ് ഓഫ് യുവർ ഒബീഡിയൻസ്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും. ഞാൻ പറയുന്നതിലും അങ്ങനെയുള്ള രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാണ്. ഞാൻ പറയുന്നത് നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ ഇത് എഴുതുന്നത്. പക്ഷേ അതിലധികമായി മകനെ നീ പോകും. എനിക്ക് ഫിലേമോനെ അറിയാം, ഞാൻ പറയുന്നത് അവൻ കേൾക്കും, അതിലപ്പുറവും അവൻ ചെയ്യും. യെസ്, 22-ാമത്തെ വാക്യം. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. പൗലോസ് പറയുക, ഞാൻ എത്രയും പെട്ടെന്ന് ഈ റോമ തലമുറയിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വരും. അപ്പോൾ നിന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരു ഗസ്റ്റ് റൂം അല്ലേ? I'm writing to you with confidence. I know you do one more thing for me. എനിക്ക് ഒരു കാര്യമാണ്, ബന്ധങ്ങൾ, ആഴമായ ഉടമ്പടി ബന്ധങ്ങൾ, deep relationships in the kingdom of God. I know you do one more thing for me, since I'm hoping through your prayers to be restored to you soon. Please prepare. അങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പം സ്നേഹ. പക്ഷെ അങ്ങനെ ദൈവദാസന്മാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വർദ്ധനയ്ക്ക് വേണ്ടി, നമ്മളെ കർത്താവിൽ വളർത്തുന്നവർക്ക് വേണ്ടി ഫിലേമോന്റെ അപ്പോസ്തലനാണ് പൗലോസ്. Prepare a guest room for me. Hallelujah. Amen. Hallelujah. അവസാനത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെസ്, ക്രിസ്തുയേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും. ഇതൊക്കെ പൗലോസ് പറയാ, ഞാൻ മാത്രമല്ല, സഹബദ്ധനായ എന്നോടുകൂടെ ജയിലിൽ കിടക്കുന്ന ഒരു വലിയ ടീമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പേ സുവിശേഷം ഭൂമിയിൽ പടരുവാൻ കാരണമായി തീർന്നത് ഇതുപോലെ സമർപ്പിക്കപ്പെട്ട രൂപാന്തരപ്പെട്ട ഒരു കൂട്ടം ജനം. Deep transformations changing our paradigm. Hallelujah. Epaphras എന്ന സഹബദ്ധൻ, my fellow prisoner in Christ Jesus. Yes, എന്റെ കൂട്ടുവേലക്കാരായ മർക്കോസും അരിസ്താർക്കസും
ദമസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ സ്തോത്രം, ചിലരെ കാണാൻ വേണ്ടി അന്നത്തെ റോമ കാരാഗ്രഹത്തിൽ ഇവരെ കാണാൻ സന്ദർശിക്കാൻ ചെല്ലുന്നവരും അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കിയേ, പൗലോസിനെ കാണുവാൻ സുവിശേഷ നിമിത്തമാണ് താൻ അവിടെ ആയിരിക്കുന്നത് എന്ന് ആ ബോധ്യം ഉള്ളത് കൊണ്ട് ഒരു വലിയ ടീമാണ് പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷിക്കുന്നത്. മാർക്കോസും അരിസ്റ്റാർക്കസും ദെയ്മാസും ലൂക്കോസും, വൈദ്യനായ ലൂക്കോസും. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തലിക ദൗത്യം, അപ്പോസ്തലിക കൂട്ടങ്ങൾ, അപ്പോസ്തലിക മിഷൻ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ, രൂപാന്തരപ്പെട്ട ഒനേസിമസ് ചരിത്രം. ഹല്ലേലൂയ. ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. ഒനേസിമസിന് എന്ത് സംഭവിച്ചു? ഒനേസിമസ് ആ ലെറ്ററുമായി ഫിലിമോന്റെ ഭവനത്തിലേക്ക് പോയി. ആദ്യം ഫിലിമോന്റെ ഹൃദയത്തിലൊക്കെ ഒത്തിരി ദേഷ്യവും പ്രയാസവും ആയിരിക്കാം. പക്ഷെ പൗലോസ് സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്ന ഈ ലെറ്റർ വായിച്ചപ്പോൾ പാരമ്പര്യത്തെക്കാൾ, തന്റെ കൾച്ചറിനേക്കാൾ, തന്റെ ട്രഡീഷൻസിനേക്കാൾ, തന്റെ മൈൻഡ് സെറ്റുകളേക്കാൾ, തന്റെ ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ അപ്പുറമായി താൻ സത്യസുവിശേഷത്തെ താൻ വിശ്വസിച്ച് സ്വീകരിച്ചതുകൊണ്ട് ഹല്ലേലൂയ, താൻ ഒനേസിമസിനെ ചേർത്ത് പിടിച്ചു. താൻ ഒനേസിമസിനെ ഒരു അടിമയായിട്ടല്ല, തന്റെ സ്വന്തം പ്രിയ സഹോദരനായി ആ കൊളോസിയ സഭയിൽ ഒനേസിമസ് വളർന്നു. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കണമേ, അടിമയാണ്. അന്നത്തെ സംസ്കാരം, അന്നത്തെ കൾച്ചർ അനുവദിക്കത്തില്ല. പക്ഷേ ആ ഭവനത്തിൽ, ഫിലിമോന്റെ ഭവനത്തിൽ ഒനേസിമസ് വളർന്നു. ആഴമായ ക്ഷമിച്ചു കിട്ടിയ ഒരു വ്യക്തിയാണെന്നൊരു ബോധ്യം ഒനേസിമസിനുണ്ടായിരുന്നു. അതുകൊണ്ട് താനൊരു വിശ്വസ്തനായിരുന്നു. ചരിത്രം പറയുന്നത് അവനവിടെ വിശ്വസ്തനായി വളർന്നു. അടിമയായിരുന്ന, ഒരു കാരണവശാലും മുമ്പോട്ട് വരുവാൻ കഴിയാത്ത ഈ ഒനേസിമസ് ചരിത്രം കുറിച്ചു. തിമോത്തിയോസ് എഫെസസ് സഭയുടെ പാസ്റ്ററായി മരിച്ചതിന് ശേഷം ഒനേസിമസ് എന്ന ഈ മനുഷ്യൻ എഫെസസ് സഭയുടെ ബിഷപ്പായി മാറി. The power that can transform. A runaway slave whose soul was transformed by the power of the gospel through a deep relationship. ആഴമായ ബന്ധങ്ങൾ കൊണ്ടുവരുന്ന രൂപാന്തരം നോക്കി. അടിമയായി കിടന്ന ആ സ്ഥാനത്തിൽ നിന്ന് കൊളോസി സഭയിൽ വളർത്തപ്പെട്ട ഈ ദൈവ മനുഷ്യൻ അവിടുത്തെ പാസ്റ്ററായി കാണും. എഫെസസിൽ തിമോത്തിയോസ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത ബിഷപ്പായി, ദേവദാസനായി, സീനിയർ പാസ്റ്ററായി ആ വലിയ സഭയെ നയിക്കുവാൻ ഈ മനുഷ്യൻ ഒനേസിമസ്. ചരിത്രം പറയുന്നത് താനൊരു വിശ്വസ്തനായിരുന്നു. 110 AD ഭയങ്കരമായ പീഡനങ്ങൾ വന്നപ്പോൾ സഭയെ നയിക്കുന്ന സഭാ നേതാക്കന്മാർ, പാസ്റ്റർമാരെ, ബിഷപ്പുമാരെ ഒക്കെ ഒന്നൊന്നായി കൊല്ലുകയാണ്. അതിൽ ഒനേസിമസും പിടിക്കപ്പെട്ടു. ഒരിക്കൽ ഒളിച്ച് ഓടിപ്പോയവനാണ്. പക്ഷെ ആ പീഡനങ്ങളുടെ മധ്യത്തിലും ഒനേസിമസിന്റെ കാല് പതറിയില്ല എന്ന് ചരിത്രം പറയുന്നു. 110 AD തന്നെ കല്ലെറിഞ്ഞ് കൊന്നുവെന്ന് മാത്രമല്ല, തന്റെ ശിരസ് തന്റെ ശരീരത്തിൽ നിന്ന് കട്ട് ചെയ്തു. തന്റെ ആത്മീയ പിതാവിന്റെ തല കട്ട് ചെയ്തതുപോലെ തന്നെ തന്റെ തലയും കട്ട് ചെയ്തു. താനും സുവിശേഷത്തിന്റെ ശക്തിയുടെ ഒരു സാക്ഷിയായി മാറി. താൻ ഒരു ബിഷപ്പായി, ഒരു പാസ്റ്ററായി മാറി എന്ന് മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി താൻ ഒരു രക്തസാക്ഷിയായി തീർന്നു. തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും താൻ പിൻവാങ്ങാതെ താൻ യേശുവിന് വേണ്ടി ഒരു കത്തുന്ന സാക്ഷിയായി. അപ്പോസ്തലന്മാർ കാണിച്ച മാതൃകയിൽ ഈ അടിമയും വിദ്യാഭ്യാസമില്ലാത്ത, നല്ല സാഹചര്യമില്ലാത്ത ഈ മനുഷ്യനും ആ സെയിം പ്ലേസിൽ വന്നു. ഇന്ന് എത്ര പേര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു? എത്ര പേര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു? ഒക്ടോബർ മാസം ആഴമായ രൂപാന്തരത്തിന്റെ ഒരു മാസമായി സൗലിനെ പൗലോസാക്കി മാറ്റിയ ധനികനായ ഫിലേമോനെ അനുസരിക്കുന്ന കൊളോസ്യ സഭയുടെ ഒരു പാസ്റ്ററാക്കി മാറ്റിയ, ഓടിപ്പോയ, മോഷ്ടിച്ച ഒനേസിമസ്. ഹല്ലേലൂയ.